ഹായ്, ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ഹെറ്ററോസൈക്ലിക് ആരോമാറ്റിക് സംയുക്തം ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ ബെൻസീൻ, ഓപ്ഷൻ ബി നാഫ്തലീൻ, ഓപ്ഷൻ സി പൈറോലിഡിൻ, ആൻഡ് ഓപ്ഷൻ ഡി പിരിഡിൻ. ഓക്കെ, അപ്പൊ ഇതില് ആരോമാറ്റിക് സംയുക്തം എന്നല്ല ചോദിച്ചിട്ടുള്ളത്, ഹെറ്ററോസൈക്ലിക് ആരോമാറ്റിക് സംയുക്തം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഹെറ്ററോസൈക്ലിക്, എന്താണ് ആരോമാറ്റിക്? എന്താണ് ഹെറ്ററോസൈക്ലിക് എന്ന് പറഞ്ഞാല്? ഒരു സൈക്ലിക് കോമ്പൗണ്ടിൽ തന്നെ നൈട്രജൻ, ഓക്സിജൻ, സൾഫർ പോലെയുള്ള ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സൈക്ലിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൈക്ലിക് റിങ്ങിനകത്ത് കാർബണും ഹൈഡ്രജനും കൂടാണ്ട് എക്സ്ട്രാ നൈട്രജൻ, ഓക്സിജൻ, സൾഫർ പോലെയുള്ള ആറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്? ആരോമാറ്റിക് കോമ്പൗണ്ട്സ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ അവര് സൈക്ലിക് ആയിരിക്കണം, രണ്ടാമത്തെ കണ്ടീഷൻ അവര് പ്ലാനാർ ആയിരിക്കണം, ആൻഡ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് അവര് 4n+2 റൂള് ഒബൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. 4n+2 പൈ ഇലക്ട്രോൺ റൂള് ഒബൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹെറ്ററോസൈക്ലിക് ആരോമാറ്റിക് സംയുക്തമാണ്. അതായത് ആ കോമ്പൗണ്ട് ഹെറ്ററോസൈക്ലിക്കും ആയിരിക്കണം, അതേപോലെ തന്നെ ആരോമാറ്റിക് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസിനെ ഒന്ന് നോക്കാം: ബെൻസീൻ, നാഫ്തലീൻ, പൈറോലിഡിൻ ആൻഡ് പിരിഡിൻ. ഓക്കെ, അപ്പൊ ഇവരുടെ 4 പേരുടെയും സ്ട്രക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് കാണാം, ഒന്നാമത് വരച്ചിട്ടുള്ളത് ബെൻസീൻ ആണ്. അതിനകത്ത് കാർബണും ഹൈഡ്രജനും അല്ലാണ്ട് നൈട്രജൻ ഓർ ഓക്സിജൻ ഓർ സൾഫർ പോലെയുള്ള മറ്റേതെങ്കിലും എക്സ്ട്രാ ആറ്റംസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ഹെറ്ററോസൈക്ലിക് അല്ല. അടുത്ത നാഫ്തലീൻ. നാഫ്തലീന്റെ കേസിലും കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ, മറ്റ് ആറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ അത് ഹെറ്ററോസൈക്ലിക് അല്ല. പക്ഷെ ഇവരുടെ രണ്ടുപേരിലും നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ ഉണ്ട് അഡീഷണൽ ആയിട്ട്. സോ ഇവർ രണ്ടുപേരും ഹെറ്ററോസൈക്ലിക് ആണ്. ഇനി ഇതിൽ ആരോമാറ്റിക് ആരാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇവരുടെ കേസിൽ നോക്കിക്കേ, 2, 4, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അത് നോക്കിക്കേ, 4x1+2 തുല്യമല്ലേ 6 എന്ന് പറയുന്നത്. സോ ഈ പിരിഡീൻ എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് ഇവിടെ ആരോമാറ്റിക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ബോത്ത് ഹെറ്ററോസൈക്ലിക് ആൻഡ് ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ പിരിഡീൻ ആണ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ.